വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ SCERTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മാത്സ് ആണ്, കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5, 3, 4, 2, 1 is a 5-digit number made with repeating its digit. ഇവിടെ എന്താണ്, ഇതൊരു ആവർത്തിക്കാത്ത സംഖ്യകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാത്ത ഒരു 5 അക്ക സംഖ്യയാണ്. 5-digit നമ്പറാണ് തന്നിട്ടുള്ളത്. ചോദ്യം, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ എബവ് ഡിജിറ്റ്സ്. ഈ മേലെ കൊടുത്തിട്ടുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയക്ക സംഖ്യ ഏതാണ്, സ്മോളസ്റ്റ് ആയിട്ടുള്ള 5-digit നമ്പർ ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള നമ്പർ ഇതാണ്. അപ്പോൾ കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഇതിലെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഒരുമിച്ച് എഴുതുക അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്, 2 എന്നുള്ളതാണ് അല്ലേ. 2 ആണ്, പിന്നെ വരുന്നത് 3 ആണ്, പിന്നെ വരുന്നത് 4 ആണ്, ദെൻ പിന്നെ വരുന്നത് 5 ആണ്, ദെൻ 7. അപ്പോൾ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇത് എത്രയാണ്, 23,457 ആണ് അല്ലേ. ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ഡിജിറ്റ് വൺ പ്ലേസ് ദ ലാർജസ്റ്റ് 5-digit നമ്പർ മെയ്ഡ് യൂസിങ് ദീസ് ഡിജിറ്റ്. അപ്പോൾ ഇതിൽ നിന്നും ഈ സംഖ്യകൾ എല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് 5-digit നമ്പർ ഏതാണെന്ന് എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ ഏതാണ് ലാർജസ്റ്റ് 5-digit നമ്പർ, ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മതി. അഥവാ ഫസ്റ്റ് 7 എഴുതുക, then 5, then 4, then 3, then 2. അഥവാ 75,432 എന്നുള്ളതാണ്. ഇനി ഇതിലെ ഏതിൻ്റെ സ്ഥാനമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, 1 പ്ലേസിൻ്റെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 1 പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്, 2 ആണ്. അപ്പോൾ അതിൽ 1 പ്ലേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി സി ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 5-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദീസ് ഡിജിറ്റ് നമ്പർ. അഥവാ ഈ അക്കങ്ങൾ, ഈ ഡിജിറ്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റ് നമ്പറും ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസിൽ പറയുന്നത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ആദ്യം നോക്കാം. ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എഴുതി നോക്കാം. 75,432 മൈനസ് എന്ത് കൊടുക്കണം, 23,457 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഡിജിറ്റ് കറക്റ്റാക്കി നോക്കണം. അപ്പോൾ ഇവിടെ 2 ആണല്ലേ, ഇവിടെ 3 ആണ്. അപ്പോൾ 2ൽ നിന്ന് നമുക്ക് 7 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 3ൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, ഇവിടെ 12 ആയിട്ട് മാറി. 12ൽ നിന്നും 7 മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും അല്ലേ. ഇനി എന്താണ് ഇവിടെ ഉള്ളത്, 3 അല്ല 2 ആണ് ഉണ്ടായിരുന്നത്. ഇനി ഈ 2ൽ നിന്നും 5 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അപ്പോൾ 4ൽ നിന്നും ഒരെണ്ണം കടെടുക്കുക. അപ്പോൾ 12 ആയിട്ട് മാറി. അപ്പോൾ 12 മൈനസ് 5 എന്ന് പറയുന്നത് വീണ്ടും 7 ആയിട്ട് മാറി. ഇനി ഇവിടെ ഉണ്ടായിരുന്നത് 4 അല്ല 3 ആയിരുന്നു. 3ൽ നിന്ന് 4 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 30 ആയി. 30ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. ഇനി ഇവിടെ ഉള്ളത് 5 അല്ല, ഇപ്പോൾ 4 ആണുള്ളത്. ഇനി 4ൽ നിന്നും 3 മൈനസ് ചെയ്യുക, എന്താണ് 1 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്താണ്, ഇവിടെ 7, ഇവിടെ 2 ആണല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അഥവാ 51,975 എന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മോർ ദാൻ 50,000, ലെസ് ദാൻ 50,000, 7 ഈസ് ദ വൺസ് പ്ലേസ്, ദെൻ ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് 50,000-നേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 50,000-നേക്കാൾ കുറവാണ്. ഇത് 50,000-നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് തെറ്റാണ്. ഇനി 7 ഈസ് ദ വൺസ് പ്ലേസ്, 7 ആണ് 1ൻ്റെ പ്ലേസിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 1ൻ്റെ പ്ലേസിലല്ല, 10ൻ്റെ പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000, ഇത് 60,000-ൻ്റെയും 70,000-ൻ്റെയും ഇടയിലാണോ, അല്ല. 50,000-ൻ്റെയും 60,000-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഇതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മാത്രമാണ്. ഇനി ഇതിലെ ഡി ചോദ്യം നോക്കാം. റൈറ്റ് എ 5-digit പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്
534 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൽ 5, 3, 4 എന്നീ ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 അക്ക സംഖ്യ ഇരുവഴി സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ പാലിൻഡ്രോമിക് നമ്പർ എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ, എന്നാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ സെയിം ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 121 അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ 121 എന്നല്ലേ. അതുപോലെ 7337 ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ സെയിം ആണ്. അപ്പോൾ ഇതേപോലെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ള അടുത്ത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, തന്നിട്ടുള്ള നമ്പർ 534. ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട് ഒരു 5 ഡിജിറ്റ് നമ്പർ പാലിൻഡ്രോമിക്കാണ് ഉണ്ടാക്കേണ്ടത്. 3 നമ്പേഴ്സേ ഉള്ളൂ, അത് വെച്ച് അത് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ നമ്പർ എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഏത് നമ്പർ എഴുതാം, നമുക്ക് ആദ്യം 5 എഴുതാം അല്ലേ. 5 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 534 then 35. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ എന്താണ്, സെയിം ആണല്ലേ. 53435. ഇനി തിരിച്ചു വായിച്ചു നോക്ക്, 53435. അപ്പോൾ സെയിം, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം നമ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 1, 2 and 3 വിത്ത് 0 ഇൻ ദ 100 പ്ലേസ്. അപ്പോൾ 0, 1, 2, 3 ഈ 4 നമ്പേഴ്സ് വെച്ചിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാക്കണം, ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. പക്ഷെ അവിടെ എന്താണ്, 100ൻ്റെ പ്ലേസിലായിരിക്കണം 0 എന്ന് മാത്രം. അപ്പോൾ നമുക്ക് 100ൻ്റെ പ്ലേസിൽ 0 ആയിട്ട് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം, ഈയുടെ ആൻസറാണ് 0. എന്നിട്ട് ആദ്യം ഫസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 100ൻ്റെ പ്ലേസിലായില്ലേ. ഇനി അടുത്ത 2 ഡിജിറ്റും കൂടെ എഴുതിയാൽ മതി, 2, 3 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഇതേപോലെ 1, 0, 3, 2 ഇത് തിരിച്ചിട്ട് എഴുതാം. ഇനി നമുക്ക് 1 കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, സോ നമുക്ക് 2 എഴുതാം. 2, 0, 1, 3 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം, ഇത് തിരിച്ചു കൊണ്ട് എഴുതാം, 2, 0, 3, 1 എന്നെഴുതാം. ഇനി അടുത്തത് നമുക്ക് 2 കൊണ്ട് പറ്റില്ല, ഇനി നമുക്ക് എന്ത് വേണം, 3 കൊണ്ട് എഴുതണം. അപ്പോൾ എന്ത് എഴുതാം, 3, 0, 2, 1 എന്നെഴുതാം. 3, 0, 1, 2 എന്നെഴുതാം. അപ്പോൾ ഇവിടെ നോക്കി, ഈ 0 ഒക്കെ ഉള്ളത് ഏതിൻ്റെ സ്ഥാനത്താണ്, 100ൻ്റെ പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ 100ൻ്റെ പ്ലേസിലായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 100ൻ്റെ പ്ലേസിൽ 0 എഴുതുക, എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് കറക്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുത്താൽ മതി. ബാക്കിയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ നോക്കിയാലും മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് 2 ആണ്. സി ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. താഴെ നമുക്ക് കുറച്ച് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 60,32,482. ദെൻ 15,37,821. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3,50,421. ദെൻ 3,58,212. ഇത്രയും നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഇഫ് ദീസ് നമ്പേഴ്സ് ആർ റിട്ടേൺ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ. ഇത് ലാർജസ്റ്റിൽ നിന്നും സ്മോളസ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ, വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുകയാണെങ്കിൽ ഏതായിരിക്കും ലാസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കറക്റ്റായിട്ട് എഴുതി നോക്കണം അല്ലേ, എന്നാലേ നമുക്ക് ഏതാണ് ലാസ്റ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ബിഗ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് അല്ലേ, 16 lakh എന്ന് പറയുന്ന ഈ ഒരു നമ്പറാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് വരുന്ന നമ്പർ. ഇനി അതിനേക്കാൾ ചെറുതെന്ന് പറയുന്നത് 15 lakhsൻ്റെ ആണ്. അപ്പോൾ ഇതാണ് 2 ആയിട്ട് വരുന്നത്. ഇനി അടുത്തതിൽ ഏതാണെന്നാണ് നോക്കേണ്ടത്. രണ്ടും എന്താണ്, 3 lakhsൻ്റെ തന്നെയാണ്. 3,50,000 ആണ്. പക്ഷെ ഒന്ന് 50,000 ആണ്, ഒന്ന് 58,000 ആണ്. അപ്പോൾ 50,000 ആണ് മൂന്നാമതായിട്ട് വരിക, 58,000 നാലാമതായിട്ടും വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 4th വൺ ആണ്. അഥവാ 3,50,421 എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ എഴുതി കൊടുക്കാം. 21 ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ,
third one, fourth one. Next, the sum of two of these digit number 90,82,903 which are those numbers എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഇതിലെ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 19,82,903 എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആവും എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂട്ടി നോക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 19 ആണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ ഈ നമ്പർ കിട്ടുന്ന ഏകദേശം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഏതായിരിക്കും എന്നുള്ളത്. ലാസ്റ്റ് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 3 കിട്ടണമെങ്കിൽ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് കൂട്ടണം? ഒന്നെങ്കിൽ ഇതും തമ്മിൽ കൂട്ടി നോക്കണം അല്ലേ. അല്ല അപ്പോൾ 3 കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്? ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും 3 കിട്ടും. ഇവിടെയും 2 ഇവിടെയും 1, അപ്പോഴും 3 കിട്ടും. അപ്പോൾ നമുക്ക് അത് പോസിബിളായിട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണല്ലേ. 0 ആവണമെങ്കിൽ ഒന്നുകിൽ 0 തന്നെ ആയിരിക്കണം ടെൻസിൻ്റെ പ്ലേസിൽ, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 10 വരുന്ന രീതിയിലായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ് 4 ആണല്ലേ. അപ്പോൾ ഇവിടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? 10 എന്ന് കിട്ടില്ല. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഒന്ന് 2ഉം ഒന്ന് 8ഉം വരുന്നതായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇതും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ ഒഴിവാക്കാം, ഇതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് 9 കിട്ടണം. നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയി കിട്ടുന്ന രീതിയിലായിരിക്കണം. നമുക്ക് നോക്കാം ഇവിടെ എന്താണ്? ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ് 8 ആണല്ലേ. അപ്പോൾ 8ഉം 4ഉം കൂടെ ആകുമ്പോൾ എത്രയാണ്? 12 ആയി. അപ്പോൾ 12 കിട്ടുമ്പോഴും കറക്റ്റായിട്ട് കിട്ടില്ല, കാരണം അവിടെ 10 ആണെങ്കിൽ ഒരെണ്ണം അവിടെ കൂടുതലുണ്ട്. അപ്പോൾ അത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. പിന്നെയുള്ള ചാൻസ് ഏതാണ്? ഇതുമാണ് ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഇതുമാണ് ചാൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എത്രയാണ്? 60,32,482 പ്ലസ് നമുക്ക് എന്തെഴുതാം? 3,50,421 നോക്കാം. ഇവിടെ 2ഉം 1ഉം കൂടെ എത്രയായി? 4 ആയി അല്ലേ. അല്ല, 2ഉം 1ഉം കൂടെ 3 ആയി. ഇനി 8ഉം 2ഉം കൂടെ 10 ആയി. അപ്പോൾ 1 എഴുതാം, ബാക്കി -1 +1. ദെൻ 4 + 4 എന്ന് പറയുന്നത് 8, 8 + 1 9. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 2 + 0, അപ്പോൾ എത്രയായി? 2 തന്നെയായി. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 5 + 3 എത്രയാണ്? 8 ആണ്. നെക്സ്റ്റ് 6 + 3 ആണ്, 9 ആയി. ദെൻ 1. ഈ ആൻസർ ആണോ ഇതെന്ന് പറയുന്നത്? അതെ. അപ്പോൾ ഏതാണ് രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലായി. 60,32,482, അതുപോലെ തന്നെ 3,50,421. ഇത് രണ്ടുമാണ് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ സി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ഇതിൽ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതാണ്? 60 lakhs. നമുക്ക് എഴുതി നോക്കാം. 60 lakhs സി ആണ് ഉത്തരം കേട്ടോ. 60 lakhs 32,482 ആണ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 3,50,421 ആണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 4ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. 2ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ 3ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 6ൽ നിന്നും ഒരെണ്ണം ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 30 ആയി. അപ്പോൾ എത്രയായി? 5ൽ നിന്നും 30 മൈനസ് ചെയ്യുമ്പോൾ 8 ആയിട്ട് മാറി. ഇനി ഇവിടെ 6 അല്ല 5 ആണിപ്പോൾ ഉള്ളത്. അപ്പോൾ 5ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഈ 1 എഴുതാം. അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 12,82,061 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഇവിടെ എഴുതി കൊടുക്കാം. 12,82,061. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ആൻസറാണ് കേട്ടോ. ഇതിൻ്റെ ആൻസറാണേ. ഇനി നെക്സ്റ്റ് ഡി ആണ്. സം സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ബിലോ. ലാർജസ്റ്റ് നമ്പറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിലെ കറക്റ്റ് നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കണം അല്ലേ. ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 million. 1 millionന് ചെറുതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 million. 1 millionന് കൂടുതലാണ്. അപ്പോൾ 1 millionന് ലെസ് ദാൻ ആണ് എന്ന് പറയുന്നത് എന്താണ്? ശരിയല്ല അല്ലേ. അത്
തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ശരിയാണ്, 1 മില്യണിനേക്കാൾ കൂടുതലാണ്. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 5 lakhs and 10 lakhs. 5 lakhsനെയും 10 lakhsനെയും ഇടയിലാണ്. 60,000 എന്ന് പറയുന്നത് 10 lakhsനെയും 5 lakhsനെയും ഇടയിലാണോ? അല്ല, തെറ്റാണ്. ദ നമ്പർ ബിറ്റ്വീൻ 10 lakhs and 20 lakhs. 10 lakhsനെയും 20 lakhsനെയും ഇടയിലാണ്. അത് ശരിയാണ്, കാരണം 16 എന്ന് പറയുന്നത് 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം 4ഉം കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏതാണ്? ലാസ്റ്റ് വണ്ണാണ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഇത് തെറ്റു, ഇത് ശരി, ഇത് തെറ്റ്, ഇത് ശരി. അപ്പോൾ ഇതാണ് കറക്റ്റുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1,395 pens are put in one packets of 12 each. അഥവാ 12 എണ്ണം ഓരോ പാക്കറ്റ്സിലായിട്ടും 1395 പേന് നമ്മൾ വെച്ചു. ഹൗ മെനി പെൻസ് വിൽ ബി റിമൈൻ? അപ്പോൾ എത്ര പെന്നാണ് ബാക്കിയുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിമൈനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിമൈനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിട്ടുള്ളതിലെ നമ്പറിനെ എത്രയാണോ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അഥവാ 1,395 എന്നതിനെ നമ്മൾ 12 വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13 എത്ര പ്രാവശ്യം 12 പോവും? 1 ടൈം പോവും. എത്രയാണ്? 12. ബാക്കി ബാലൻസ് 1. 90 എത്ര പ്രാവശ്യം പോവും? 1 ടൈമേ പോവുള്ളൂ. ഏതാണ് നമ്പർ എന്ന് പറയുന്നത്? 12 തന്നെയാണ്. ബാക്കി റിമൈനിങ് എത്രയാണ്? 7. പിന്നെ 5 താഴേക്ക് എഴുതുക. 75 എത്ര തവണ പോകുമെന്ന് നോക്കുക. 6 ടൈംസ് പോകുന്നതാണ്. ഓക്കെ, 6 ടൈംസ്. ഓക്കെ, 6 ടൈംസ് പോകുന്നതാണ്. 6 × 12 എന്ന് പറയുന്നത് 72 ആണ്. ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ റിമൈനിങ് എത്രയാണ്? 3 പെൻസ് ആണ് റിമൈനിങ് എന്ന് പറയുന്നത്. 3 പെൻസ്. ഇനി ബി ചോദ്യം, ഹൗ മെനി മോർ പെൻസ് ആർ നീഡഡ് ടു ഗെറ്റ് 1 മോർ ഫുൾ പാക്കറ്റ്? ഒരു ഫുൾ പാക്കറ്റ് നിറക്കണമെങ്കിൽ ഇനി എത്ര പെന്നും കൂടെ വേണം? ആകെ എത്ര പെന്നാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? 12 പെൻസ് ആണ് അല്ലേ? അതിൽ നിന്നും 3 ആണ് ഇപ്പോൾ ഉള്ളത്, അത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര പെന്ന് വേണം? 9 പെന്നും കൂടെ മോർ വേണം. 9 പെന്നും കൂടെ മോർ വേണം. ഇനി അടുത്തത്, വിച്ച് ഈസ് ഈക്വൽ ടു 128 മൈനസ് 8. 128 മൈനസ് 8 എന്നുള്ളതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം ഡിവൈഡ് ചെയ്യണം അല്ലേ? ആദ്യം നമ്മൾ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 128 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കുക. ഇവിടെ എന്താണ്? ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. 4 × 2 എന്ന് പറയുന്നത് 2 കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 64 ഡിവൈഡഡ് ബൈ 4 എന്നത് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. 64 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത്. ഇനി താഴെ നോക്കൂ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്? 64 ഡിവൈഡഡ് ബൈ 16 എന്നുള്ളതാണോ? 64 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളതാണോ? 64 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണോ? 256 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണോ? ഓപ്ഷൻ സി ആണ് 64 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള ഈ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ ഡി ചോദ്യം, ഇഫ് വി കണ്ടിന്യൂ ദിസ് പാറ്റേൺ വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ ഇൻ 20th റോ? ഇത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള പാറ്റേൺ 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എന്നുള്ളതാണ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ താഴേക്ക് നോക്കൂ, താഴേക്കുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഏത് പാറ്റേൺ ആണ്? 0 കഴിഞ്ഞിട്ട് പിന്നെ 4 പിന്നെ 8 പിന്നെ 12. എന്താണ് ഇത്? 1 × 4 എന്നുള്ള ഒരു സീക്വൻസിലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 20th അല്ലേ കാണാനുള്ളത്? അപ്പോൾ ഇതിപ്പോൾ 1 ആണ്, ഇത് 2 ആണ്, ഇത് 4 ആണ് അല്ലേ? 3 ആണ്. അപ്പോൾ 3 × 4 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 4ൻ്റെ സ്ഥാനത്തുള്ളത്, അല്ലെങ്കിൽ 4th റോയിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 20th റോ എന്ന് പറയുമ്പോൾ 19th ആയിരിക്കും അല്ലേ? കാരണം ഫസ്റ്റ് 0 ഉണ്ടല്ലോ. അപ്പോൾ 19 × 4 ചെയ്ത് നോക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 76 എന്നുള്ളതാണ്. അപ്പോൾ 20th റോയിലുള്ള നമ്പർ എന്ന് പറയുന്നത് 76 ആയിരിക്കും. ഓക്കെ, 76. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4 ആണ്. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 4? ഒരു 4 കൊണ്ട് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ ഈസിയാണ്, കാരണം നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? 4 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒന്നുകിൽ നമുക്ക്
ലാസ്റ്റ് റിമൈൻഡർ ആയിട്ട് 0 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും, അല്ലെങ്കിൽ 3 കിട്ടും. 4 കിട്ടില്ല. കാരണം എന്താണ്, 4 ആണ് റിമൈൻഡർ എന്നുണ്ടെങ്കിൽ ആ 4 നമുക്ക് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൂടെ, ഡിവൈഡ് ചെയ്തുകൂടെ. അപ്പോൾ 4 കിട്ടില്ല. 4 വരെയുള്ള ഈ നമ്പേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. 0, 1, 2, 3 ഇത്രയും നമ്പേഴ്സാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. 3, 7, 11 are the numbers that leave the remainder 3 when divided by 4. Write the next 4 numbers in the pattern. അഥവാ 3, 7, 11 എന്നീ നമ്പേഴ്സൊക്കെ എന്താണ്, 3 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 4 പാറ്റേൺ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 3ഉം 7ഉം തമ്മിൽ 4 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ 7ഉം 11ഉം തമ്മിൽ 4 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് 11ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ പോരെ? യെസ്. അപ്പോൾ എത്ര കിട്ടും? 11 + 4 എന്ന് പറയുന്നത് 15 കിട്ടും. 15ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, അപ്പോൾ 19 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും 4 ആഡ് ചെയ്യുക, അപ്പോൾ 23 എന്ന് കിട്ടും. ദെൻ 27 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണിത് പോകുന്നത്. ഇനി അടുത്തത്, ഇഫ് യു കണ്ടിന്യൂ റൈറ്റിംഗ് ലൈക്ക് ദിസ് വിൽ 100 വിൽ ബി ദിസ് പാറ്റേൺ വൈ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 100 ഇതിൻ്റെ പാറ്റേൺ ആയിരിക്കും. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റാണോ എന്ന് നോക്കാൻ, പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 100നെ എന്ത് ചെയ്യുക, 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ പാറ്റേണിലുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 100നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, 10ൽ എന്താണ് 2 ടൈംസ് വരും 8. ഇവിടെ ബാലൻസ് 20. 20ൽ എത്ര പ്രാവശ്യം വരും? 20 വീണ്ടും വരും. 0 എന്നുള്ളതാണ് അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടണം. 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ പാറ്റേണിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പാറ്റേൺ നമുക്ക് പറ്റില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 169 as certain times 8 a റിമൈൻഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 169നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന റിമൈൻഡർ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 169നെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്, 169 = 21 ഇൻറ്റു എത്രയാണ്, 21 ഇൻറ്റു ഇവിടെ തന്നിട്ടുള്ള 8 കൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഇതാക്കുക, എന്നിട്ട് +1 ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യവും ശരിയാണെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് 2 ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.